അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇന്ന് നമ്മൾ ഭീതിതമായ ഒരവസ്ഥയിലാണ്. ലോകമാസകലം കിടുങ്ങിയിരിക്കുന്നു. ലോകമാസകലം കിടുങ്ങിയിരിക്കുന്നു. പല ഭാഗങ്ങളിലും ആളുകൾ ഭയവിഹ്വലരാണ്. എവിടെയാണ് മനുഷ്യർ ചെന്നൊളിക്കുക? പർവ്വതങ്ങളിൽ ചെന്ന് കയറി നിൽക്കാൻ അവന് സാധിക്കുമോ? പർവ്വതം ഇളകാതിരിക്കുമെങ്കിൽ, അതിശക്തമായി പർവ്വതം അവനെ കുലുക്കി താഴെയിടുമെങ്കിൽ അവൻ ഏത് പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് ചെന്ന് നിൽക്കുക? ഭൂമിയിലേക്ക് നിനക്ക് താഴ്ന്നിറങ്ങുവാനും ആകാശത്തോളം നിനക്ക് ഉയരുവാനും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പരാമർശിച്ചു പോന്നിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യരെ, നിങ്ങൾ അഹംഭാവം നടിക്കരുത്. അഹംഭാവം നടിച്ച് നിങ്ങൾക്ക് ഭൂമിയെ ചവിട്ടിപ്പിടർക്കാനും സാധ്യമല്ല, നിങ്ങൾക്ക് ആകാശത്തോളം ഉയരാനും സാധ്യമല്ല എന്ന് ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നു. ഞാൻ ആലോചിച്ചു പോയ ചില കാര്യങ്ങൾ മനസ്സിലൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കേണ്ട പ്രധാനമായ കാര്യങ്ങളൊക്കെ അപ്രകാരം സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഓപ്പണായി പറയും. ഇന്നലെ ഒരു മഹാദുരന്തം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നാം കണ്ടു. കേരളത്തിൽ നമ്മൾ അനുഭവിച്ചു, ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ അനുഭവിച്ചു, അതുപോലെ വേൾഡ് ലെവലിൽ അതിന്റെ അലയൊലികൾ ഉണ്ടായി. പല രാജ്യഗാത്രങ്ങളെയും അത് തകർത്ത് തരിപ്പണമാക്കി. ഇന്നലകളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുവോ എന്ന് പോലും ഇന്നിന്റെ ആളുകൾക്ക് ബോധ്യപ്പെടുമാറ് എന്തെങ്കിലും ഒരു അസർ വെക്കാതെ, എന്തെങ്കിലും ഒരു ചിഹ്നം ബാക്കിയാക്കാതെ തകർത്ത് തരിപ്പണമായി ഈ ഭൂമിയിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇന്ന് നമ്മളത് കാണുന്നു, വായിക്കുന്നു ഞെട്ടലോടെ. പക്ഷേ നാളെ കഴിഞ്ഞാൽ തീർച്ചയായും മനുഷ്യരത് മറക്കുന്നു. എല്ലാവരും പത്രകോളങ്ങളിൽ പലതും എഴുതി പിടിപ്പിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഗൗരവപ്പെട്ട ചില ചിന്തകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതൊരു 26-ാം തീയതിയായി. ഇന്നലെ ഭൂകമ്പമുണ്ടായത് ഒരു 26-ാം തീയതിയാണ്. കഴിഞ്ഞ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായത് 1939 ഡിസംബർ 26-നാണ്. കഴിഞ്ഞ ഇറാനിലെ ഭൂകമ്പം, ബാം പ്രദേശം തകർന്ന് തരിപ്പണമാക്കിയ ഭൂകമ്പം ഡിസംബർ 26-നാണ് നടന്നത്. എന്തേ ഇത് ആവർത്തിക്കപ്പെടാൻ എന്തെങ്കിലും വളരെ പ്രധാനമായ കാരണമുണ്ടോ? കാരണങ്ങളിലേക്കൊന്നും ആരും കടന്നു ചെന്നിട്ടില്ല. പക്ഷേ എന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആർക്കും അതിന്റെ പേരിൽ എന്നോട് വിരോധം തോന്നരുത്, വെറുപ്പ് തോന്നരുത്. പക്ഷേ ഖുർആൻ ദൈവീകമാണ് എന്നതിലേക്ക് സൂചനയല്ലേ ഇത് എന്ന് ചിന്തിക്കാൻ മാത്രം എന്റെ മനസ്സതിനെ പ്രേരിപ്പിക്കുന്നു. ഞാനിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ എന്റെ മനസ്സിലേക്ക് അറിയാതെ പടച്ചതമ്പുരാൻ ഇട്ടു തന്നിരിക്കുന്നു. ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 88, 89, 90, 91 തുടങ്ങിയ വാചകങ്ങൾ, ഒരു 4ഓളം ആയത്തുകൾ എന്റെ മനസ്സിലേക്ക് കയറി വന്നു. ആ സൂക്തത്തിൽ ദൈവം തമ്പുരാൻ പറയുന്ന വാചകം ഇങ്ങനെയാണ്: ആ മനുഷ്യർ ദൈവത്തിനൊരു പുത്രനുണ്ടായിരിക്കുന്നു എന്ന് വാദിച്ചിരിക്കുന്നു. അതിനോളം ഭീമാകാരമായ, അതിനോളം ദൈവത്തിന് കോപമുണ്ടായ ഒരു വാക്കും വേറെയില്ല. അത്ര ഗൗരവപ്പെട്ട വാക്ക്. ദൈവം ഒരു സന്താനത്തിന്റെ പിതാവാണ് എന്ന് വാദിക്കുന്ന ആ വാക്ക്. അവരതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ കഠോരമായ ശിക്ഷ അവർക്ക് വരുന്നത് അവർ കാത്തുകൊള്ളുക. തുടർന്ന് തൊട്ട് താഴെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആ വാക്കിന്റെ ഗൗരവം കൊണ്ട് ആകാശം പൊട്ടിപ്പിളരാറാകുന്നു, ഭൂമി വെണ്ടുകീറാറാകുന്നു, പർവ്വതങ്ങൾ വിറക്കാറാകുന്നു എന്ന്. ലോകത്തില്ലാത്ത, നടന്നിട്ടില്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്ത, ഒരിക്കൽ പോലും തെളിയിക്കാൻ പറ്റാത്ത ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും അതുമായി ബന്ധപ്പെട്ട ഡിസംബർ 25, 26 തുടങ്ങിയ ദിവസങ്ങളിൽ ആഘോഷങ്ങൾ. നിങ്ങൾ ഗൗരവമായി ആലോചിക്കണം. ഈ വിഷയം പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തു പറയുന്നത്? ആ വാക്ക് ദൈവത്തിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്ത പടച്ചതമ്പുരാനെ ഇല്ലാത്ത, അല്ലെങ്കിൽ അവന്റെ ഗുണഗണങ്ങൾക്ക് ഒരിക്കലും യോജിക്കാത്തതാണ്. അവനൊരു കുട്ടിയുണ്ടായി എന്ന വാദം, അവനൊരു പിതാവാണ് എന്ന വാദം ദൈവത്തിന്റെ അസ്തിത്വത്തിന്, ദൈവത്തിന്റെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത വാദമാണ്.
ആ വാദത്തിന്റെ ഗൗരവത്തെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ആ വാദം ഉന്നയിച്ചവർ മനസ്സിലാക്കണം, അത് ആകാശം പൊട്ടിപ്പിളരുമാർ അതിശക്തമായ ഒരു തോന്നിയാസമാണ് ആ പറഞ്ഞത് എന്നവർ മനസ്സിലാക്കണം. പർവ്വതങ്ങൾ ഇടിഞ്ഞു തകരാറാകുന്ന ഒരു വാക്കാണ് അവർ ആ പറഞ്ഞിരിക്കുന്നത്. ഭൂമി വെണ്ടുകീറുന്ന വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. എന്റെ ചിന്ത പോയത് ഡിസംബർ 26 ആവർത്തിച്ച് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പടച്ചതമ്പുരാൻ ഈ പറഞ്ഞ സൂക്തത്തിന്റെ ഒരു പുനർവായനക്ക് ലോകം തയ്യാറാകണം. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ സൂചന നൽകിയ മറ്റൊരു കാര്യം, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആകിബത്തുൽ ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രികീൻ. ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആകിബത്തുൽ ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രികീൻ. ഖുർആനിലെ 30-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം എഴുതി രേഖപ്പെടുത്തിക്കോ. ഖുർആനിലെ 30-ാം അധ്യായം 42-ാമത്തെ സൂക്തമാണ്. ഈ സൂക്തത്തിൽ ദൈവം സംസാരിക്കുന്നു മനുഷ്യരോട്, മുസ്ലിമീങ്ങളോടല്ല, ലോകത്തോട്, മാനവതയോട്. മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ പറയും, ഖുൽ സീറൂ ഫിൽ അർള്, മനുഷ്യരെ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കൂ. ആകാശത്ത് അല്ല, ഭൂമിയിൽ എന്തേ അങ്ങനെ പ്രത്യേകം പറയാൻ? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് ശിക്ഷകളും അപകടങ്ങളും ഉദ്ദേശിക്കുന്നത്. ഏറെ രസകരമായ സംഗതി, ഇന്നലെ ഭീമാകാരമായ തിരമാലകൾ മനുഷ്യനെ നക്കിത്തുടക്കുമ്പോൾ സമുദ്രത്തിന്റെ ആന്തരിക ഭാഗത്ത് ഓളങ്ങൾ സൃഷ്ടിച്ചപ്പോ സമുദ്രത്തിന്റെ മുകൾ പരപ്പുകളിൽ ഒന്നും അനുഭവപ്പെടാതെ കൊച്ചു ഓളങ്ങളായി രൂപപ്പെട്ട് അവിടെ കടലിൽ സഞ്ചരിക്കുന്ന മുക്കുവന്മാർക്ക് പോലും പിടുത്തം കിട്ടാത്ത വിധം മനുഷ്യരുള്ള ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് അതിശക്തമായ പർവ്വതഗണക്കെ തിരമാലകൾ ആർത്തിരമ്പി വന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നതിനെക്കുറിച്ച് ശാസ്ത്രകാരന് ചില നിഗമനങ്ങൾ ഉണ്ടാകാം. പക്ഷേ വളരെ ഗൗരവമായി വിശുദ്ധ ഖുർആനിന്റെ താക്കീദിനെ കുറിച്ചാണ് ഞാൻ മാനവതയോട് പറയുന്നത്. ഈ രാമനാട്ടുകരയിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി, ഇവിടെയുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും സിഖുകാരനും പായ്സിക്കും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരധികാരിയുമായിട്ടുള്ള മനുഷ്യന്റെ മുമ്പിൽ വളരെ പുതുമയുള്ളൊരു കാര്യം ഞാൻ അവതരിപ്പിക്കും. നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? മുമ്പ് 2001 ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായ ദിവസം, അന്ന് രാത്രി ഭൂകമ്പമുണ്ടായ ആ പകലിന്റെ അർദ്ധരാത്രിയെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അന്ന് ഗുജറാത്തിൽ പ്രത്യേകമായ 2 ആഘോഷങ്ങൾ, 2 മതവിഭാഗങ്ങളുടെ 2 ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പുറകോട്ട് പോകുക, 2001 ഡിസംബറിലേക്ക് നിങ്ങൾ കടന്നു പോകുക, ആ 26-ാം തീയതിയിലേക്ക് നിങ്ങൾ കടന്നു പോകുക. അന്ന് 2 മതങ്ങളുടെ 2 ആഘോഷങ്ങൾ സുപ്രധാനമായി ഇവിടെ നടന്നിരുന്നു. എന്താ 2 ആഘോഷം? ആർക്കും എന്നോട് വിരോധം തോന്നരുത്. ഒന്ന്, മുസ്ലിം സമൂഹം